ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ മുവാക്കലത്ത് സുന്നത്താണ്, കൂടെ ഇരുത്തല്. ചില ആൾക്കാർ കുട്ടികളെ കൂടി ഇരുത്തൂല. അതിന്റെ കാരണം പറയാ, അത് ഞാൻ പിന്നെ അങ്ങനെ ഒറ്റക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ശരിക്കും അത് ജാഹിലിയ കാലത്തിലെ ഒരു കൾച്ചറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അത് തിരുത്തി കൊണ്ടുവന്നു. പഴയകാല ഉമ്മാമ്മമാർ അതിൽ ഒന്നാം നമ്പറുകാരാ. കുട്ടികളെ കൂടെ ഇരുത്തണം ഭക്ഷണം കഴിക്കുമ്പോൾ, എന്നിട്ട് അവരെ കഴിപ്പിക്കണം. ഇമാം റഹിമഹുല്ലാ പറയാ, ഭക്ഷണത്തിന്റെ ഭോജന മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ? സമ്മില്ല, മോന് ബിസ്മില്ലയോ, കുൽ മിമ്മ എലീക്ക്. അയ്യേ, കൈ ഇങ്ങനെ നീട്ടി തിന്നല, അയ്യ നാണക്കെട്. അടുത്തും തിന്നു മോനെ. കുൽ ബിയമീനിക്, ഇടത്തെ കൈ കൊണ്ടാ കുടിക്കല്. അതെ, കറിയുടെ കറ ഗ്ലാസ്സിലാവുന്നത് കൊണ്ടോ? ഈ ഗ്ലാസ് കഴുകാനല്ലേ ഉപ്പാടെ വാഷ് ബേസ് ആക്കിയതും ഉമ്മ പാത്രം കഴുകുന്നതും. മോനതിനെ അടുത്തേക്ക് കണ്ടുപിടിക്കുന്നു. വലത് മുന്തിക്കൽ സുന്നത്തുള്ള ഏത് കാര്യത്തിലും ഇടത്തെ കൈയും കറാഹത്താണ്, രണ്ട് കൈയും കറാഹത്താണ്. മോനെ രണ്ട് കൈ കൊണ്ട് പിടിക്കുക, ഗ്ലാസ് വീണ് പോയേക്കല്ല ജ്യൂസ്. അയ്യടോ, ഒന്നുകൂടി പറയുന്നു, വലത് മുന്തിക്കൽ സുന്നത്തായ ഏത് കാര്യത്തിലും ഇടതിനെ മുന്തിക്കലും കറാഹത്താണ്, രണ്ടും ആവലും കറാഹത്താണ്. ഉദാഹരണത്തിന് വെള്ളം കൊടുക്കുമ്പോൾ രണ്ട് കാലിന് ഹൗലിൽ നിന്ന് ഒന്നിച്ച് വെള്ളം ഒഴിക്കൽ കറാഹത്താണ്. അത് കൈ ഉദാഹരണം പറഞ്ഞാലും ഫിറ്റ് ആവൂല, കാരണം രണ്ട് കൈ ഒന്നിച്ച് ആരും കഴുകൂല. കാല് കഴുകുന്നതാണ് ഒന്നിച്ച്. വലത്തെ കാല് 3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇടത്തെ കാല് കഴുകേണ്ടത്. രണ്ട് കൈ കൊണ്ടല്ല ഗ്ലാസ് പിടിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും. കുട്ടികളെ ചെറുപ്പത്തിലേ ഇരുത്തി ഇതൊക്കെ ശീലിപ്പിക്കണം. എന്തൊരു സുഖമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു LKG പഠിക്കുന്ന ഒരു ചെറിയ മോള് ഫാത്തിമ, ഈ ഫാത്തിമാനെ തിന്നുന്ന സമയത്തുള്ള സുന്നത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ആ മോള് വലിയ ഉമ്മാമാണ്. അവരെ 78-80 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ആ കാലമെത്രയും ചെയ്ത മുഴുവൻ സുന്നത്തുകളുടെയും കൂലി മന്ദല്ല അലാ ഖൈരിൻ, പണ്ടെപ്പോഴോ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തൂലേ. പക്ഷെ ഉപ്പമാരും മടിയന്മാരാണ്, കൂടിയിരുത്തൂല, സുന്നത്ത് പഠിപ്പിക്കുക അതിനൊന്നും അവർക്ക് സമയമില്ല. ഓരിങ്ങനെ പൈസ ഉണ്ടാക്കണ തിരക്കില്ല, ഭയങ്കര ഓട്ടാണ്. എന്താ മഹലറത്തുൽ ബദരിയൊക്കെ കാണാതിരുന്നത്? സീസണാന്നറിയാലോ, ഷോപ്പ് പൂട്ടാൻ ഡിലേ ആണ്. എപ്പോഴാണൊന്ന് സീസണൊക്കെ ഒന്ന് തീരുക? ഹത്താസുർത്തുമുൽ മഖാബിർ, ഖബറിലെത്തുന്നവരെ സീസൺ തന്നെ ആയിരിക്കും. ഖബറിലെത്തിയാൽ പിന്നെ തിരക്കുണ്ടാവില്ല, കാരണം കഫം പുടക്ക് കീശി ഇല്ലാത്തതുകൊണ്ട് ഫോണ് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പം പിന്നെ ബിസി ഉണ്ടാവാൻ സാധ്യതയില്ല. ആദാബു ത്വആം, ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള എല്ലാ മര്യാദകളെയും കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. കുറേ സമയം ഭക്ഷണം കഴിക്കാൻ ചെലവഴിക്കുന്ന കുട്ടികളുണ്ടാവും, അത് നിരുത്സാഹപ്പെടുത്തണം. എന്താടാ ഒച്ചിനെ പോലെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ടാവും, വളരെ വേഗത്തിൽ. അതിനെയും നിരുത്സാഹപ്പെടുത്തണം. എന്താണ് ഇത് ഇങ്ങനെ തിന്നല്? ഇമാമും തുടർന്ന് പറയാ, അൽ ഈസാർ എന്ന ഗുണം ആ കുട്ടികൾക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്തും ഷെയർ ചെയ്യുന്ന ഒരു ഗുണം കുട്ടികൾക്ക് കൊടുക്കണം. ഇത് പീസ് അനുജന്റെ കൊടുക്കണം കേട്ടോ. നല്ല മോനാണ് എൻ്റെ മോൻ, അങ്ങനെയാ. എല്ലാം ഇളയമാന്റെ മുത്തമ്മാന്റെ അല്ലെങ്കിൽ മുത്താപ്പാന്റെ ആപ്പാന്റെ കുട്ടികൾക്ക് കൊടുക്കും. നല്ല കുട്ടിയാണ്. ഇതാ ഇത് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുപ്പിക്കണം. ചെറുപ്പത്തിലെ ബാക്കിയുള്ളവരെ ഭക്ഷണ വിഷയത്തിൽ സെലക്ട് ചെയ്യുന്ന ഗുണം പഠിപ്പിക്കണമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാം. അല്ലാതെ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് വാപ്പ പറയാ മോനോട് കീശയിലിട്, ഇനിയിപ്പോ അത് എല്ലാവരും കണ്ടാ പിന്നെ ഭയങ്കര പ്രശ്നം, കീശയിലിട്ട് റൂമിന്ന് പോയിട്ട് എന്താണ് ഇവൻ കള്ളനാവും. ഡൽഹിയിലുള്ളതായി പറയണത്. അങ്ങനെയല്ല, ഈസാർ പഠിപ്പിക്കണം. ബാക്കിയുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പഠിപ്പിക്കണം. മോനെ തിന്നണം, മോനെ തിന്നുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കണേ മോനെ എന്ന് പഠിപ്പിക്കണം.
ഭക്ഷണത്തിന്റെ മര്യാദ പറയുന്നിടത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഗസാലി ഇമാം തുടരുക. അതിഥികളോ മറ്റോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലേക്കോ ഭക്ഷണം കഴിക്കുന്നവരിലേക്കോ നോക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം. നീ ഭക്ഷണം കഴിച്ചില്ലേ, പോ അപ്പുറത്ത് ഉമ്മാന്റെ അടുത്തേക്ക് പോടാ. നിരുത്സാഹപ്പെടുത്തണം. ഇങ്ങനെ വായ നോക്കി അവര് കഴിക്കുന്ന ഭക്ഷണം നോക്കി അതിരിക്കുന്നതിനെ പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തണം. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നല്ല അദബ് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം ടോയ്സ് അല്ല, ഗാലക്സി J6 ഫോണും അല്ല, പിന്നെന്താ, മിന്നദബിൻ ഹസനിൻ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ സമയത്ത് ആ കുട്ടി ചെയ്യേണ്ട മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ഉപ്പയും ഉമ്മയും മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കുക, ഈ സമ്മാനമാണോ നമ്മളെ മക്കൾക്ക് കൊടുക്കണത്? ഭക്ഷണത്തിന്റെ മര്യാദ പറയുന്നു. മുന്തിയ ഭക്ഷണം മാത്രം കഴിപ്പിച്ച് കുട്ടികളെ ശീലിപ്പിക്കരുത്. കാരണം അവര് ഭാവിയിൽ ദുനിയാവിന്റെ അഹിലുകാരായി പോവും. ഗസാലി ഇമാം പറയാ, പെട്ടെന്ന് ഉമ്മാനെ കാണുന്നില്ല, എവിടെ പോയി? ഓന് മീൻകറി കൂട്ടൂല, ഓ മറ്റേത് കൂട്ടൂല, അതുകൊണ്ട് തന്നെ ഓനിക്ക് മാത്രം ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാക്കുകയാണെന്ന്. ഈ ദുസ്വഭാവം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ, എപ്പോഴും മുന്തിയത് മാത്രം കൊടുത്ത് പഠിപ്പിക്കാൻ പാടില്ല. കുട്ടികൾ ജീവിതത്തിലെ നെഗറ്റീവും പോസിറ്റീവും താഴ്ചയും മുന്നേറ്റവും എല്ലാം കുട്ടികൾ പഠിപ്പിക്കണം. വീട്ടിൽ സാമ്പത്തികമായി അത്ര കഴിവില്ലാത്ത കാലാണെങ്കിൽ അതിനനുസരിച്ച് കുട്ടികളെ പാകപ്പെടുത്തേ വേണ്ടത്. മക്കളൊന്നും അറിയരുത്, കടം വാങ്ങിയിട്ടും കൊടുക്കണം എന്ന വെസ്റ്റേൺ സൈക്കോളജി അല്ല ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ജീവിതം കുട്ടികൾ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ റീൽസ് കണ്ടിട്ട് ഇതേപോലെയാണ് എന്റെയും ജീവിതം ആവേണ്ടത് എന്ന് ചിന്തിക്കുന്ന പുതിയ ജനറേഷനായി നമ്മൾ മക്കളായി മാറും. അങ്ങനെ ഭക്ഷണത്തിന്റെ എല്ലാ മര്യാദയും, ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുട്ടി നീടെ എണീറ്റ് പോകും. അവിടെ ഇരിക്കും, ആ പ്ലേറ്റ് എടുത്ത്, ഇതായിരിക്കുള്ളതാ, ഇബ്ലീസിനുള്ളതാ. എന്താ മോനെ, മോൻക്കൊരു കഥ പറഞ്ഞോ ഗസാലി ഇമാം പറഞ്ഞേ. ഒരു തടിച്ച ഇബ്ലീസും ഉണ്ട്, ഒരു മെലിഞ്ഞ ഇബ്ലീസും ഉണ്ട്. രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഈ തടിച്ച ഇബ്ലീസ് മെലിഞ്ഞ ഇബ്ലീസിനോട് ചോദിച്ചു, ഈ എന്താ മെലിഞ്ഞത്? ഞാൻ ഒരു മനുഷ്യന്റെ കൂടെ ഈ അടുത്ത് കൂടി, അച്ചങ്ങായിൻ്റെ അടുത്ത് കൂടിയിട്ട് അവന് വീട്ടിൽ കയറുമ്പോൾ ബിസ്മിയില്ലു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൻ്റെ വീട്ടിൽ കയറാൻ കഴിയുന്നില്ല, മഴയും വെയിലെല്ലാം കൊണ്ടിട്ട് പുറത്ത് വെക്കണം. ഓൻ തിന്നുമ്പോൾ ബിസ്മിയില്ലു, അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും അംശം കിട്ടണില്ല. അങ്ങനത്തെ ഒരവസ്ഥ. നീ എങ്ങനെയാ തടിച്ചത്? ഞാനൊരു മോയന്തിൻ്റെ പര കൂടി, ഓനിക്കൊരു ബിസ്മിയില്ല, ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫുഡ് കിട്ടി. മോന്റെ കൂടെ തടിച്ചാളാ വേണ്ടത്, വെല്ലാളാ വേണ്ടത്? ഇബ്ലീസിനെ തടിപ്പിക്കാനാ മോനെ? ഇതായിരിക്കാം മോൻ ബിസ്മിയില്ലേനോ? യഥാർത്ഥത്തിൽ സുപ്രയിൽ വീണ ഭക്ഷണം പൊറുക്കിയെടുക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവുന്ന. മാഷാ അല്ലാഹ്, ഖദ്ദിമൂ ഖുറൈശൻ. അല്ലാഹു സാദാത്തുക്കളുടെ ബർക്കത്തുണ്ട് നമുക്ക്